ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിന്റെ ഫിനാലെ വീക്കിലെത്തിയിരിക്കുന്നു. ബിഗ് ബോസിൽ നൂറ വിന്നർ ആവാൻ സാധ്യതയുണ്ടോ? നിലവിൽ ബിഗ് ബോസിന്റെ ഫിനാലെ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. 7 മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ നിലവിലുള്ളത്. സാധാരണഗതിയിൽ ബിഗ് ബോസ് ഫൈനൽ 5-നെയാണ് കണ്ടെത്തുക. ഒരു മിഡ് വീക്ക് എവിക്ഷന് ശേഷം ഫൈനൽ 5 തിരഞ്ഞെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് മത്സരാർത്ഥികളുടെ എണ്ണം ക്രമപ്പെടുത്താറ്. എന്നാൽ ഇത്തവണ 7 മത്സരാർത്ഥികൾ നിലവിലുണ്ട്. ഫിനാലെ വോട്ടിംഗ് 2 ദിവസം മുന്നോട്ട് പോയിരിക്കുന്നു. പുറത്തു വരുന്ന സോഷ്യൽ മീഡിയ പോളുകളുടെ അടിസ്ഥാനത്തിൽ അനീഷും അനുമോളും തമ്മിലാണ് ഫിനാലെയിലെ കിരീട പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3ഉം 4ഉം സ്ഥാനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിലാണ് ഷാനവാസിന്റെയും നൂറയുടെയും പേരുകളുള്ളത്. എന്നാൽ ഡേഞ്ചർ സോണിലുള്ള എവിക്റ്റ് ആവാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളുടെ പേരുകൾക്കൊപ്പമാണ് ആദില, അക്ബർ, നെവിൻ എന്നിവരുടെ പേരുള്ളത്. ഇതിൽ ആദിലയ്ക്കാണ് പുറത്തുപോകാൻ ഏറ്റവും കൂടുതൽ സാധ്യത പ്രതീക്ഷിക്കപ്പെടുന്നതും. ഈ സാഹചര്യത്തിലാണ് നൂറയ്ക്ക് ഫൈനൽ 3ലേക്കോ കിരീട പോരാട്ടത്തിലേക്കോ ഒക്കെ എത്താൻ കഴിയുമോ എന്ന ചോദ്യം വരുന്നത്. നിലവിൽ നൂറ 3ാം സ്ഥാനത്തോ 4ാം സ്ഥാനത്തോ ആണ്. അതേസമയം ആദിലയ്ക്ക് ഏറ്റവും പിന്നിലാണെങ്കിൽ പോലും സാമാന്യമായ ഒരു വോട്ട് ബേസ് ഉണ്ട്. ആദില പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആദിലയുടെ വോട്ടുകളിൽ നല്ലൊരു ശതമാനം വോട്ടുകൾ നൂറയിലേക്ക് കേന്ദ്രീകരിക്കും. അങ്ങനെ നൂറയ്ക്ക് ഇപ്പോൾ നിലവിലുള്ള സ്ഥാനത്ത് നിന്നും വളരെ പെട്ടെന്ന് മുന്നോട്ട് കയറി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആദില പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആദില എത്ര ദിവസം നേരത്തെ മിഡ് വീക്ക് എവിക്ഷന്റെ ഭാഗമായി പുറത്തു പോകുന്നു അത്രയും കൂടുതൽ നൂറയ്ക്ക് വിജയസാധ്യത കൂടുകയാണ് ചെയ്യുക. മറ്റൊരു സാഹചര്യം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ആദില നൂറമാരെ ഫിനാലെ വീക്കിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു മത്സരാർത്ഥിയായി പരിഗണിക്കുകയും അവർക്ക് നൽകിയിരിക്കുന്ന വോട്ടുകൾ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും എന്നതാണ്. പക്ഷേ ഇത്രയും വലിയൊരു ഷോയുടെ ജെനുവിനിറ്റിയെ ചോദ്യം ചെയ്യപ്പെടും എന്നതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അത്തരം ഒരു ശ്രമത്തിന് പോവാൻ ഇടയില്ല. അങ്ങനെ പോയാൽ ഇപ്പോൾ നിലവിൽ പല സോഷ്യൽ മീഡിയ പോളുകളിലും പറയുന്നതനുസരിച്ച് ഇവരുടെ രണ്ടുപേരുടെയും വോട്ടുകൾ കൂട്ടിയാൽ 1ാം സ്ഥാനത്തിന് മത്സരിക്കുന്ന 2 മത്സരാർത്ഥികളുടെയും വോട്ടിനൊപ്പമോ അതിനു മുകളിലോ ഒക്കെ കാണിക്കുന്ന സോഷ്യൽ മീഡിയ പോളുകൾ നിലവിലുണ്ട്. ഏതായാലും ഇവരുടെ രണ്ടുപേരുടെയും വോട്ടുകൾ ഒരുമിച്ച് ചേർത്ത് ബിഗ് ബോസ് പരിഗണിക്കാനും ഇവരെ ഒരുമിച്ച് മത്സരാർത്ഥിയായി പരിഗണിക്കാനും സാധ്യത കുറവാണ്. ഇനി ഇവരെ രണ്ടുപേരെയും ഒരു നിശ്ചിത തീയതി മുതൽ ഒരുമിച്ച് പരിഗണിച്ചാലും അതിനുശേഷം മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ള ആളുടെ വോട്ട് ഇവരുടെ വോട്ടായി പരിഗണിച്ച് ശേഷിക്കുന്ന ദിവസങ്ങളിൽ പ്രേക്ഷകർക്ക് ഇവർക്ക് കോമണായി വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യമായിരിക്കും വരാൻ സാധ്യത. ഇനി മറ്റൊരു സാഹചര്യം, ഇനി ഏതെങ്കിലും കാരണവശാൽ കഴിഞ്ഞ ആഴ്ചകളിൽ ആദില പുറത്തു പോകുമായിരുന്നെങ്കിൽ അത് നൂറയ്ക്ക് പ്രയോജനകരമാകുമായിരുന്നോ എന്നതാണ് മറ്റൊരു ചോദ്യം. തീർച്ചയായും അത് നൂറയ്ക്ക് കുറച്ചുകൂടി പ്രയോജനകരമാകുമായിരുന്നു. കാരണം ആദിലയ്ക്ക് നിലവിൽ കിട്ടിയിരിക്കുന്ന ഈ വോട്ടിന്റെ നല്ലൊരു ശതമാനവും നൂറയ്ക്ക് ലഭിക്കുമായിരുന്നു. രണ്ടാമതൊരു കാര്യം, ആദില പുറത്തെത്തുന്നതോടുകൂടി നൂറയ്ക്ക് വേണ്ടി വോട്ട് ക്യാൻവാസ് ചെയ്യാനും നൂറയ്ക്ക് കിട്ടുന്ന വോട്ടുകളെ കുറച്ചുകൂടി നൂറയിലേക്ക് തന്നെ കൃത്യമായി കേന്ദ്രീകരിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുമായിരുന്നു. ഈ 2 കാരണങ്ങൾ കൊണ്ട് ആദില ഏതെങ്കിലും കാരണവശാൽ കഴിഞ്ഞ ആഴ്ചകളിൽ പുറത്താകുമായിരുന്നെങ്കിൽ ഈ ഫിനാലെ പോരാട്ടത്തിൽ അത് നൂറയ്ക്ക് ഒരു മൈലേജ് ആകുമായിരുന്നു. എന്നാൽ ഇതിനെ എല്ലാം അഫക്റ്റ് ചെയ്യുന്ന മറ്റു ചില കാര്യങ്ങൾ, ബിഗ് ബോസ് വീട്ടിൽ നിലവിൽ 7 മത്സരാർത്ഥികളുണ്ട്. 2 മത്സരാർത്ഥികൾ മിഡ് വീക്ക് എവിക്ഷന്റെ ഭാഗമായി പുറത്തു പോകാനുണ്ട്. അപ്പോൾ ആദില പുറത്തു പോയാലും മറ്റൊരു മത്സരാർത്ഥി കൂടി പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ആ പുറത്തു പോകുന്ന മത്സരാർത്ഥി ആരായിരിക്കും? അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് നിലവിൽ കിരീട പോരാട്ടത്തിലുള്ള ആരെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നത് വളരെ നിർണായകമായിരിക്കും. ഇവരുടെ വോട്ടുകൾ ആരിലൊക്കെ കേന്ദ്രീകരിക്കുന്നു അതും വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്താകുന്ന മത്സരാർത്ഥികൾ ആരൊക്കെയാണോ അവർക്കുള്ള വോട്ടിംഗ് ബേസ് മുന്നോട്ടുള്ള ബാക്കി മത്സരാർത്ഥികളുടെ വോട്ടിങ്ങിനെ വളരെ സാരമായി ബാധിക്കും. വളരെ ചെറിയ ഒരു ശതമാനം പ്രേക്ഷകർ വോട്ടിംഗ് നിർത്തിയേക്കാം. ബാക്കിയുള്ളവർ മറ്റേതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യുക തന്നെ ചെയ്യും. മറ്റൊരു സാഹചര്യം, നിലവിൽ ബിഗ് ബോസ് വീട്ടിലേക്ക് ഈ സീസണിലെ മത്സരാർത്ഥികളിൽ പലരും തിരികെ എത്തിയിട്ടുണ്ട്. അവർ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാക്കുന്ന സംസാരങ്ങളും അവരുടെ പ്രവൃത്തികളും ഈ ആഴ്ചത്തെ വോട്ടിങ്ങിനെ വളരെ സ്വാധീനിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പല മത്സരാർത്ഥികളും അനുമോൾക്കെതിരായ നിലപാടെടുക്കുകയും അനുമോളുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അനുമോളെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് ഒരുപക്ഷെ അനുമോൾക്ക് കൂടുതൽ പ്രേക്ഷക പിന്തുണ ലഭിക്കാനും ആ വീട്ടിലെ തന്നെ മറ്റു ചില മത്സരാർത്ഥികളുടെ വോട്ട് കുറയാനും കാരണമാകും. അതുപോലെ തന്നെ നൂറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആദില നൂറമാർ പുറത്തുനിന്നും വരുന്ന മത്സരാർത്ഥികൾ പറയുന്നത് കേട്ട് ആ വീട്ടിൽ പ്രതികരിക്കാൻ പോയാൽ അത് അവരുടെ നിലപാടില്ലായ്മയായി കാണാനും നിലവിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേയെങ്കിലും പ്രേക്ഷകർ അവരെ കൈവിടാനുമൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ആഴ്ച പുറത്തുനിന്ന് വരുന്ന മത്സരാർത്ഥികളുടെ പ്രതികരണങ്ങളെയും അവരുടെ സംസാരങ്ങളെയും പ്രവൃത്തികളെയും ഒക്കെ ഏത് രീതിയിൽ ബുദ്ധിപരമായി നേരിടുന്നു എന്നതും ഓരോ മത്സരാർത്ഥിയുടെയും വിജയത്തിന്റെയും പ്രേക്ഷക സപ്പോർട്ടിന്റെയും ഒരു അളവുകോലായിരിക്കും. എല്ലാം ചേർത്ത് ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിനാലെയിൽ ഫൈനൽ 3ലേക്ക് നൂറ എത്തിയാലും ഒരു പക്ഷേ കിരീടം നേടിയാലും ഞെട്ടേണ്ടതില്ല എന്ന് സാരം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് നൂറ വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ അതോ നൂറ ഫൈനൽ 3യുടെ ഭാഗമാകുമെന്ന് തോന്നുന്നുണ്ടോ? ഇവരുടെ വിജയത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഫൈനൽ 2-ൽ എത്തുന്ന മത്സരാർത്ഥികൾ ആരൊക്കെയാകും എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ചെയ്യൂ.